ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരുന്നാലും അത്ര കണ്ട് സുഖകരമല്ലാത്ത ന്യൂസ് കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്കിന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ നോർമലി ഇങ്ങനെ സൺഡേ ഒരു വീഡിയോ ഇടാത്തതാണ്, പക്ഷേ അത്ര കണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഇൻഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. നമ്മൾ ഇന്നലെ രാത്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹിൻഡൻബർഗിൻ്റെ സൈഡിൽ നിന്ന് അടുത്തൊരു പുതിയ ആരോപണം വരാനുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും, അല്ലെങ്കിൽ ഏത് സെക്ടറിനെ ആയിരിക്കും, ഏതൊരു പ്രൊമോട്ടർ ഗ്രൂപ്പിനെതിരെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും ലീസ്റ്റ് പ്രോബബിളായിട്ട് കണക്കാക്കിയിരുന്നതാണ് അദാനി ഗ്രൂപ്പിൻ്റെ മേലെ തന്നെ എഗെയിൻ ഒരു ആരോപണം വരിക എന്ന് പറയുന്നത്. പക്ഷേ അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി അദാനി ഗ്രൂപ്പിൻ്റെ മേലിൽ കുറേ അധികം അലിഗേഷൻസും, അത് മാത്രമല്ല കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സെബി ചെയർപേഴ്സൻ്റെ മേലിലും ഒരുപാടധികം അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഹിൻഡൻബർഗിൻ്റെ സൈഡിൽ നിന്ന് ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും മാർക്കറ്റ് ഇത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ വഴിയിട്ട് നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം തന്നെ എന്താണ് ഇപ്പോൾ ഹിൻഡൻബർഗ് ഉന്നയിക്കുന്ന ഇഷ്യൂസ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ സെബിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മാധവിപുരി ബിച്ച് എന്ന് പറയുന്ന ഒരു ബുച്ചാണ് കേട്ടോ. ഓക്കെ, മാധവിപുരി ബുച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി കുറച്ച് നാളായിട്ട് ഏകദേശം 2022 മുതൽ നമ്മുടെ സെബിയുടെ ചെയർപേഴ്സണായിട്ട് വരികയാണ്. 2017 സെബിയുടെ ഹോൾ ടൈം മെമ്പറായിട്ട് പുള്ളിക്കാരത്തി വന്നത്. ഇവരുടെ ഒരു ഹിസ്റ്ററി ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്നുള്ള ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഹിൻഡൻബർഗ് പറയുന്ന ഒരു ഹിസ്റ്ററിയോടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. എന്താണ് ഹിൻഡൻബർഗ് പറയുന്നത്? 2015 അകത്ത് ഇവർ, അതായത് ഈ ബുച്ചിൻ്റെ അതേ കണക്കിന് ഹസ്ബൻഡും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഓഫ് ഷോർ ഫണ്ടിലോട്ട് പൈസ കാര്യങ്ങളൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ IPE+ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫേമിൻ്റെ അടുത്താണ് അവർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ ഫണ്ട് എന്ന് പറയുന്നത് ഇൻഫോലൈൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വെൽത്ത് മാനേജ്മെൻറ്റ് ഫേമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് അത് ആരാണ് റൺ ചെയ്യുന്നത്? അത് വിനോദ് അദാനി, അതായത് നമ്മുടെ ഗൗതം അദാനിയുടെ സഹോദരനായിട്ടുള്ള വിനോദ് അദാനിയുടെ കീഴിലുള്ള ഒരു ഫണ്ടാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ മാനേജ് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫണ്ടാണ്. അതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഫണ്ട് എന്ന് പറയുന്നത് വയർ കാർഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്കാൻഡലിലൊക്കെ ഇതിന് മുമ്പ് പെട്ടിട്ടുള്ള ഒരു ഫണ്ടാണ്. ആൻഡ് അതിൻ്റെ കീഴിൽ വരുന്ന ഒരു ഫണ്ടിലാണ് ഇവർ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ കീഴിലും മറ്റൊരുപാടധികം ഫണ്ടുകൾ വരുന്നതായിരിക്കും. ആൻഡ് ആ ഫണ്ടുകളിലൊക്കെ ത്രൂ ആയിട്ട് ഈ പൈസ ലാസ്റ്റിലോട്ട് പോയേക്കുന്നത് അദാനി ഗ്രൂപ്പുകളിലുള്ള സ്റ്റോക്കുകളിൽ കൂടെ ആയിട്ടാണെന്നാണ് ഈ ഹിൻഡൻബർഗിൻ്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്ന ഒരു പ്രൈമറി അലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം അദാനിയുടെ സൈഡിൽ നിന്നുണ്ട്, അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിൻ്റെ മേലിലോട്ട് ഇത്രയധികം ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കാൻ നേരത്ത് സെബിയുടെ ചെയർപേഴ്സന് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് പങ്കുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ അദാനി ഗ്രൂപ്പിൻ്റെ മേലെ എന്ത് ആക്ഷൻ എടുത്താലും അതെല്ലാം തന്നെ കുറവായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പർട്ടിക്കുലർ സ്കാൻഡലിൻ്റെ ഒരു പാർട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇനി അതേ കണക്കിന് സെക്കൻഡായിട്ട് വന്നേക്കുന്ന ഒരു മേജർ അലിഗേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് REIT അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്തുണ്ട്. കുറച്ച് നാൾ മുന്നേ വരെ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് ഇതുപോലെയുള്ള ഫേമുകൾ ലിസ്റ്റഡ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കാൻ നേരത്തെ ഇതിൻ്റെ പിന്നിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ബാക്ക് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി ചെയർപേഴ്സണായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ധാവൽ ബുച്ച് എന്ന് പറയുന്ന വ്യക്തി ബ്ലാക്ക് സ്റ്റോണിൻ്റെ അകത്ത് ഒരു സീനിയർ അഡ്വൈസറായിട്ട് 2019 ജൂലൈയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് ലിസ്റ്റഡ് ആയിട്ടുള്ള 4 REITകളിൽ 2 സ്പോൺസറാണ് ഈ ഒരു ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ 2019 ഈ പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്ത് സീനിയർ അഡ്വൈസറായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തപ്പെട്ടപ്പോഴത്തേക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്ത് ഒരു പ്രീവിയസ്ലി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല. ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസും ഇല്ല. ക്യാപിറ്റൽ മാർക്കറ്റ്സിൻ്റെ അകത്തോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫണ്ടിൻ്റെ അകത്തോ വേറെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് ഫേമിൻ്റെ അകത്തോ തന്നെ ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസും ഇല്ലാത്തൊരു വ്യക്തിനെയാണ് ബ്ലാക്ക് സ്റ്റോൺ ഒറ്റയടിക്ക് അവിടുത്തെ സീനിയർ അഡ്വൈസർ പൊസിഷനിലോട്ട് കൊണ്ടിരുത്തുന്നത്. ഓക്കെ, അതിന് മുമ്പ് പുള്ളി വർക്ക് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിലിവറിൻ്റെ അകത്ത് ഒരു ചീഫ് പ്രൊക്യൂർമെൻറ്റ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒറ്റയടിക്ക് ഇത് കണക്കൊരു വലിയൊരു വെൽത്ത് മാനേജ്മെൻറ്റ് ഫേമിൻ്റെ അകത്ത് സീനിയർ അഡ്വൈസറായിട്ട് വരിക വിത്തൗട്ട് എനി പ്രയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു സംഭവമാണ്. ആൻഡ് അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ നോക്കുകയാണ് നേരത്ത് ഈ നമ്മുടെ സെബിയുടെ സൈഡിൽ നിന്നുകൊണ്ട്
REITകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽസ്, അപ്രൂവൽസ്, അതിന് വേണ്ടിയിട്ട് മറ്റ് ഫെസിലിറ്റീസ്, കാര്യങ്ങൾ, അതിന് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വരുന്ന ഒരുപാട് ചേഞ്ചസ്, ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് ഈ 2019 ശേഷമാണ്. അതിന് നമ്മൾ നോക്കാൻ നേരത്ത് 2023 അകത്ത് എംബസി REIT എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഫേമിൽ നിന്ന് മാത്രം ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി ഏകദേശം 71 ബില്യൺ റുപ്പീസാണ് മാർക്കറ്റിൻ്റെ അകത്ത് ഇതിൻ്റെ ഷെയർസ് വിറ്റിട്ട് അവരെടുത്തുകൊണ്ട് പോയേക്കുന്നത്. അത് മാർക്കറ്റിൻ്റെ അകത്തായാലും അതല്ലാതെ മറ്റ് ഫണ്ടുകൾക്കായാലും ഒക്കെ തന്നെ അവർ വിറ്റിട്ട് കൊണ്ടുപോയേക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 71 ബില്യൺ റുപ്പീസാണ് ഈ എംബസി എന്ന് പറയുന്ന ഒറ്റ REIT എന്ന് മാത്രം. അപ്പോൾ ഇത് എന്താ പറയുക, ഇതൊക്കെ ക്ലിയർ വയലേഷൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസിൻ്റെ ക്ലിയർ ത്രോൺ ഓഫ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം ഫാമിലി മെമ്പേഴ്സിന് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക, ഇതിനൊക്കെ തന്നെ ക്ലിയർ ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കണം. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് ഇന്ന രീതിയിൽ ഇവിടെ പൊസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് റിലേറ്റീവ് ഇന്ന രീതിയിൽ ഇന്ന പൊസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഫണ്ടുകൾ ഇന്ന രീതിയിൽ ഇവിടെ ഇൻവെസ്റ്റഡ് ആണെന്നൊക്കെ തന്നെ ക്ലിയർ ഡിസ്ക്ലോഷേഴ്സ് വേണ്ട ഒരു വ്യക്തി ആ ഒരു രീതിയിലുള്ള ഒരു ഡിസ്ക്ലോഷേഴ്സും കൊടുക്കാതെയാണ് ഇത്രയും നാൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്, റീറ്റെയിലേഴ്സിൻ്റെ അകത്ത് 90% റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ 70% റീറ്റെയിലേഴ്സ് നിങ്ങൾ നഷ്ടത്തിലാണ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല, നിങ്ങൾ F&O കൂടുതൽ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിൻ്റെ പിറകിൽ കൂടെ ഈ രീതിയിലുള്ള എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ഇതൊക്കെ എത്രമാത്രം വലിയ കുറ്റകൃത്യങ്ങളാണെന്ന്. ഇനി നമ്മുടെ മാർക്കറ്റിനെ ഇതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇതൊരു ബിഗ്ഗിയുടെ പെർസ്പെക്റ്റീവ് ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു FIയുടെ പെർസ്പെക്റ്റീവ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ക്രെഡിബിലിറ്റീനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതിൻ്റെ അകത്ത് വളരെയധികം നെഗറ്റീവായിട്ടായിരിക്കും ആക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ FIനെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി തന്നെ നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റ് സെല്ല് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി അവർ പ്രത്യേകിച്ച് അത്രണ്ട് ഹെവി സെല്ലിംഗ് ആയിട്ടൊക്കെ വന്നാൽ പോലും അത് അങ്ങോട്ട് നിൽക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം ഓൾറെഡി തന്നെ അവർ സെല്ല് ചെയ്ത് തളർന്നിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ റീറ്റെയിൽ മണിയുടെ ബൈയിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നം ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് എസ്കലേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. പക്ഷേ എന്നിരുന്നാലും സെബിയുടെ മേലിലും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മേലിലും എല്ലാം തന്നെ ഉള്ള ട്രസ്റ്റിൻ്റെ മേലിലൊരു ഇഷ്യൂ ആയിട്ട് ഇത് ഉയർന്നു വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് വെച്ചാൽ മാർക്കറ്റ് എപ്പോഴും റിയാക്ട് ചെയ്യുന്നത് അൺസർട്ടനിറ്റീസിനാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു അലിഗേഷൻ വരിക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു ഹെവി ആയിട്ടുള്ളൊരു അൺസർട്ടനിറ്റിയാണ് ബിൽഡ് ചെയ്ത് വന്നേക്കുന്നത്. ഈ അൺസർട്ടൻ ആയിട്ടുള്ള ടൈമുകളിൽ മാർക്കറ്റ് എപ്പോഴും ഒരു നീർജക് റിയാക്ഷൻ കൊടുക്കുന്നതായിരിക്കും, മാർക്കറ്റ് ഒന്നിടിയുന്നതായിരിക്കും. ആൻഡ് ഇതിന് ശേഷം ഒരു സെർട്ടൺ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എവിടെന്നെങ്കിലും വരാൻ നേരത്തെ, ഒരു ഹയർ ഒഫീഷ്യലിൽ നിന്നോ എന്തെങ്കിലും നിന്നോ ഒരു സെർട്ടൺ ആയിട്ടുള്ള ഒരു ഡിസിഷൻ വരാൻ നേരത്തെ മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്ത് കയറുന്നതായിരിക്കും. ആ സെർട്ടൺ ആയിട്ടുള്ള ഡിസിഷൻ എന്തായിരിക്കാം? അത് ചിലപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതായിരിക്കാം, ചിലപ്പം ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള വേറെ എന്തെങ്കിലും ടൈപ്പിലുള്ള ഒരു അന്വേഷണം നടത്തുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഒരു കൺഫർമേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ ഈ പർട്ടിക്കുലർ ചെയർപേഴ്സനെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ടൈപ്പിലുള്ള ഒരു ടൈപ്പ് ന്യൂസ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അൺസർട്ടനിറ്റി മാറി കിട്ടിയിട്ട് ഒരു സെർട്ടൺ ആയിട്ടുള്ള ഒരു ന്യൂസ് മാർക്കറ്റിന് കിട്ടുകയാണെങ്കിൽ അത് മാർക്കറ്റിന് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയാൻ നേരത്തെ ഈ ന്യൂസ് ഇന്നലെ വന്നത് തന്നെ വളരെ മോശമായിപ്പോയി. ഇത് ഇന്ന് വരണമായിരുന്നു, ഇന്ന് രാത്രി വരണമായിരുന്നു. അതിൻ്റെ ഉടനെ തന്നെ അടുത്ത നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കുമായിരുന്നു ഇതിനൊരു കൂടുതൽ ഹയർ ഇമ്പാക്റ്റ് കിട്ടാനുണ്ടായിരുന്നത്. ഇത് ഒരു ദിവസം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടൈം കഴിയും തോറും ഇതിൻ്റെ വാല്യൂ ഇല്ലാതായിക്കൊണ്ട് വരും. നമ്മളിപ്പോൾ പ്രീവിയസ്ലി നടന്ന അദാനിയുടെ ഇഷ്യൂസ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. കമ്മിറ്റി രൂപീകരിക്കുന്നു, പിന്നെ ഇത് പതുക്കെ നീണ്ടു പോകുന്നു, പിന്നെ ഇതൊരു ഇഷ്യൂവേ അല്ലാതായി മാറുന്നു. അതേ കണക്ക് തന്നെ ഇപ്പോൾ ഉള്ള കാര്യങ്ങളും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു ഇഷ്യൂവേ അല്ലാതായി മാറും. ഇതിൻ്റെ പിന്നിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കും, കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം കുറേ നാൾ അന്വേഷണം നടക്കും, കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒന്നുമില്ല, അവിടെയില്ല ഇവിടെയില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെ മൊത്തത്തിൽ അങ്ങ് നശിച്ചു പോകുന്ന കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് ഇതൊന്നും തന്നെ ആരും ഓർത്തിരിക്കാത്ത കാര്യങ്ങളായിട്ട് പോകുന്നതായിരിക്കും. നമ്മളിതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അദാനി സ്റ്റോക്കുകളുടെ അകത്ത് പൊസിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതിന് മുമ്പും പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നു 2 ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ പർട്ടിക്കുലർ ഗ്രൂപ്പ് സ്റ്റോക്കുകൾ, അദാനി ഗ്രൂപ്പ് പോലുള്ള ഗ്രൂപ്പുകളുടെ സ്റ്റോക്കുകളിൽ ദയവ് ചെയ്ത് നിങ്ങൾ പൊസിഷൻസ് വയ്ക്കരുത്. ഇതൊന്നും ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളല്ല. പിന്നെ നമ്മൾ മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് വിറ്റ് മാറണോ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ എല്ലാ ഷെയർസും വിൽക്കണോ, നമ്മുടെ മാർക്കറ്റ് മൊത്തത്തിൽ ഇടിഞ്ഞ് താഴോട്ട് പോകുമോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ആൾക്കാർ ചോദിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ ഒന്നും തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചെയ്യേണ്ടതില്ല. ഇതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷൻ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കും. അത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. എനിവേ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പർട്ടിക്കുലർ സ്റ്റോക്കുകളുടെ ബിസിനസ്സിനെ ഇതൊരു രീതിയിലും ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ, അത് മാത്രമേ നമുക്ക് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ. ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ അടിക്കുന്നതിനനുസരിച്ച് എക്സിറ്റ് ചെയ്യുക. തിരിച്ച് മാർക്കറ്റുകളും അത് കണക്ക് തന്നെ കമ്പനികളും ഫേവറബിൾ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോയിലോട്ട് വരുന്നതിനനുസരിച്ച് രണ്ടാമത് പൊസിഷൻസ് പിന്നെയും ബിൽഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്.
പിന്നെ അദാനി സ്റ്റോക്കുകൾ ഇടിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂട്ടത്തിൽ ഇടിയുന്ന കുറച്ച് സ്റ്റോക്കുകളിലൂടെ ഉണ്ട്. എക്സാമ്പിൾ SBI, ബാങ്ക് ഓഫ് ബറോഡ ഇതുപോലുള്ള കുറേ സ്റ്റോക്കുകളിലൂടെ ഉണ്ട്. കാരണം അദാനി സ്റ്റോക്കുകൾക്ക് അല്ലെങ്കിൽ അദാനി കമ്പനികൾക്ക് കൂടുതൽ ലോൺ കൊടുത്തേക്കുന്ന ടൈപ്പ് കമ്പനീസ്, അങ്ങനെയുള്ള കമ്പനികളിലും ദയവേത് എക്സ്പോഷേഴ്സ് വയ്ക്കാതിരിക്കുന്നതാണ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ നമ്മൾ മാർക്കറ്റിൻ്റെ നാളത്തെ പർട്ടിക്കുലർ റിയാക്ഷൻ നോക്കുകയാണ്. നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പണിംഗ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓപ്പണിങ്ങിന് മുന്നായിട്ട് എന്തൊക്കെ ടൈപ്പ് അനൗൺസ്മെൻറ്റുകളാണ് ഈ പർട്ടിക്കുലർ അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഇതാണ് ന്യൂസുകളൊക്കെയാണ് വരുന്നതെന്നൊന്ന് ജസ്റ്റ് നോക്കുക. ഇപ്പം തന്നെ സെബി ചെയർപേഴ്സൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് വരുന്നേക്കുന്നതെന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി ഇതിനെ മൊത്തം റിജക്റ്റ് ചെയ്തേക്കാണ്. ഇത് മൊത്തം ഫോൾസ് അലിഗേഷൻസ് ആണ്, ഇങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ സൈഡിൽ നിന്ന് വന്നേക്കുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്നും അതേ കണക്ക് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, ഇതെല്ലാം തന്നെ ഫോൾസ് അലിഗേഷനാണ്, ഇങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ്. കംപ്ലീറ്റ് ഡിനയലാണ് ഇപ്പോൾ രണ്ട് പാർട്ടീസിൻ്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്നത്. ഇനി മുന്നോട്ട് മറ്റു കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് നോക്കാം. അതൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ ആ ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അത് താഴോട്ട് തന്നെ പിന്നെയും ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നുണ്ടോ എന്ന് നോക്കുക. ആദ്യത്തെ ഒരു 1.5-2 മണിക്കൂർ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം മാർക്കറ്റ് ആ രീതിയിൽ. അത് എഗെയിൻ താഴോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത് കുറച്ചൊന്ന് നാളെ നീണ്ടു നിൽക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഇഷ്യൂ ആണ്. അടുത്തൊരു സെർട്ടൺ ആയിട്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഒരു സെർട്ടൺ ആയിട്ടുള്ള ഒരു ന്യൂസ് വരുന്നവരെ അടുത്ത കുറച്ച് നാൾ ഇത് മാർക്കറ്റിൻ്റെ അകത്തുണ്ടായിരിക്കും. ഇനി അതല്ല, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് മേലിലോട്ടാണ് കയറി വരുന്നത്, മാർക്കറ്റ് തിരിച്ച് റിക്കവറി മോഡിലോട്ടാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇത് അധികം പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഒന്നുമില്ല, വളരെ നോർമലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, നോർമലായിട്ട് തന്നെയാണ് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എങ്കിൽ മാർക്കറ്റ് ഇതൊരു വലിയ വിഷയമായിട്ട് എടുക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇത് നോർമൽ മാർക്കറ്റ് കണ്ടീഷനിലാണെങ്കിൽ ഇതൊക്കെ തന്നെ മാർക്കറ്റിന് ഒരു ഇഷ്യൂസ് ആണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ മാർക്കറ്റ് കണ്ടീഷൻ, ഈ രീതിയിൽ റീറ്റെയിൽസ് മണി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ മാർക്കറ്റ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പല ടൈപ്പിലുള്ള പ്രോബബിലിറ്റീസ് എടുത്തുകൊണ്ട് പല ടൈപ്പിലൊക്കെ ഉള്ള പോസിബിലിറ്റീസ് നടക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടേണ്ടി വരുന്നത്. അതല്ലാത്ത പക്ഷം ഇതൊരു നോർമൽ മാർക്കറ്റ് കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ നോർമലി ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്ത് അത്യാവശ്യം നല്ലൊരു കറക്ഷൻ കൊണ്ടുവരികയും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയും തരികയും ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് അറിയത്തില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇല്ല എന്ന്. എനിവേ നമ്മൾ കോഷ്യസ് ആയിട്ട് നാളത്തെ മാർക്കറ്റ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴിയിട്ട് പറയാനുണ്ടായിരുന്നത്. ഈ പർട്ടിക്കുലർ ഇഷ്യൂസിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അതെല്ലാം തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.